ഹലോ വ്യൂവേഴ്സ്, ബ്ലണ്ടർ ടോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. പാട്രിയോട്ട് നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നീ വൻ കാസ്റ്റിംഗ്, വലിയ താരം നയൻതാര, ഇത്രയും വലിയ കാസ്റ്റിങ്ങോടുകൂടി വരുന്ന നമ്മുടെ മഹേഷ് നാരായണൻ ഡയറക്റ്റ് ചെയ്ത് മഹേഷ് നാരായണൻ തന്നെ കഥ എഴുതുന്ന സിനിമയാണ് പാട്രിയോട്ട്. അപ്പം വലിയ ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത്. അപ്പോൾ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷകളാണ് കേട്ടോ, ഒരുപാട് പ്രതീക്ഷകളാണ് ആരാധകർക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം. കാരണം പ്രത്യേകം എസ്പെഷ്യലി ലാലേട്ടൻ മമ്മൂക്ക കോംബോ വരുന്നു, പിന്നെ കൂടെ ഫഫ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, വലിയൊരു കാസ്റ്റാണ്. അത്യാവശ്യം വലിയൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ്. പിന്നെ മഹേഷ് നാരായണൻ്റെ പടം. മഹേഷ് നാരായണൻ്റെ ഇതുവരെ വന്ന വലിയ കൊമേഴ്ഷ്യൽ മൂവികൾ, മാസ് മൂവികൾ കുറവാണ്. എല്ലാം നല്ല മൂവികളാണ്, പക്ഷേ മാസ് മൂവികളൊക്കെ പുള്ളി എങ്ങനെ എടുക്കുമെന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ഒഫീഷ്യൽ ടീസർ ഒന്ന് വാച്ച് ചെയ്യാം. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, ഫെയ്ത്ത്, വിശ്വാസം. മഹേഷ് നാരായണൻ, ഓ മമ്മൂക്ക, എത്ര കാര്യം കണ്ടിട്ട്. സോഷ്യൽ സ്കോർ ടു പീപ്പിൾ. ഓ കുഞ്ചാക്കോ. Student laptop scheme में is that similar to Periscope? ഈ പ്രോഗ്രാം അവരെ സീക്രറ്റ്ലി വാച്ച് ചെയ്യുന്നുണ്ട്. അവർ വീണ്ടും ഒന്നിച്ച് എന്താവുന്നു ഇഗ്നിഷൻ അറിയാം. ബ്ലാസ്റ്റ്. ഓ അതൊന്നും വേണ്ടിയിരുന്നു, പക്ഷെ കത്തിയായി പോയി. Complete the sentence. Great Indian traitor or patriot? Patriot. അപ്പോൾ നമ്മുടെ പാട്രിയറ്റ് ഈ പറയുന്ന പോലെ ടീച്ചർ കണ്ടിട്ട് എനിക്ക് വലിയൊന്നും തോന്നിയൊന്നുമില്ല. ഞാൻ ഭയങ്കര അങ്ങ് വേറെ ലെവലിൽ ചിന്തിച്ച് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. കാരണം ലാലേട്ടൻ, മമ്മൂക്ക, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ഏതാ കാസ്റ്റിങ്ങും വേറെ ലെവൽ പടമല്ലേ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് എക്സ്പെക്റ്റേഷൻ അങ്ങ് ഹൈ ആയിരിക്കും. ഇത് എക്സ്പെക്റ്റേഷൻ്റെ പകുതി പോലും എനിക്ക് ഒരു ഫീലും കിട്ടിയിട്ടില്ല, കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്ര വലിയ സെറ്റപ്പായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു സാധാരണ സാധനം. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയ്ക്ക് കൊടുത്തിരിക്കുന്ന ചില ആക്ഷൻസൊക്കെ ഒരു ഹെവി ആക്ഷൻസ് ആണ്. പക്ഷേ നമുക്കറിയാം ഒരു നടന് എന്താണ്, എങ്ങനെ ആക്ഷനൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്കൊരു ബോധമുണ്ട്. പണ്ട് കാലത്തായിരുന്നു ഓക്കെ, ഇപ്പം നമുക്കറിയാം. പക്ഷേ മമ്മൂക്കൊക്കെ കൊടുത്തിരിക്കുന്ന ആക്ഷനൊക്കെ കുറച്ച് കത്തിയായി. ഇത് കുറച്ച് നേരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രോളും വരുന്നുണ്ട് ഈ സംഭവം. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ട്രോള് വരുന്നുണ്ട്, താടി വെച്ച പട്ടാളക്കാരൻ എന്നുള്ള രീതിയിൽ. സപ്പോസ് ഇനിയിപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ളതായിരിക്കും താടി വെച്ച ടൈം കാണിക്കുന്നത്, അല്ലാത്ത സമയം വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇനി അണ്ടർ കവർ ഓപ്പറേഷനാണ് എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ടീച്ചർ കണ്ടിട്ടൊരു തേങ്ങയും തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഗൂസ് ബംസും ഇല്ല. അവിടെ ഇവിടെ എന്തൊക്കെയോ പറയുന്നത്, ലാപ്ടോപ്പ് അഴിമതി എന്നൊക്കെ പറയുന്നു. കുറേ സ്റ്റാർസ് ഉണ്ട് കേട്ടോ. അവരെ കാണാൻ വേണ്ടി ചിലപ്പം മഹേഷ് നാരായണൻ ആയതുകൊണ്ട് എനിക്ക് മഹേഷ് നാരായണൻ ഒരു ഇങ്ങനത്തെ ഒരു എന്താ പറയണ്ടേ, കൊമേഴ്ഷ്യൽ, ഇത്തരം ബഡ്ജറ്റ് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പവർ പാക്ക് മൂവി ചെയ്യുന്ന ആദ്യമായിട്ടായിരിക്കും. പുള്ളിയുടെ മൂവിയൊക്കെ സാധാരണ ഒരു തണുപ്പൻ മൂവി ആയിരിക്കും. നല്ല മൂവിയാണ് കേട്ടോ, നല്ല മൂവിയൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു തണുപ്പൻ മൂവി ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. ഈ ടീസർ ഓട്ടോമാറ്റിക്കലി ഈ സിനിമയ്ക്ക് ആർക്കും, ഒരു ഫാൻസുകാർക്കോ നാട്ടുകാർക്കോ ഒന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ലാലേട്ടൻ, മമ്മൂക്ക ഒരു പടം ഒന്നിച്ചു വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ കത്തിക്കലായിരിക്കും. ഫാൻസുകാർക്കിടയിൽ തന്നെ വലിയ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. പക്ഷേ ഈ സിനിമ ആർക്കും ഒരു ഇതുള്ളതുകൊണ്ട്, എക്സ്പെക്റ്റേഷൻ ഉള്ളതെന്ന് എനിക്ക് കണ്ടില്ല. ഇനി മനഃപൂർവ്വം ഇവരത് ഐഡിയ ചെയ്യുന്നതാണെന്ന് അറിഞ്ഞൂട്ടോ, ഓവർ എക്സ്പെക്റ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് കണ്ടിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു വികാരമൊന്നുമില്ല. സാധാരണ ഒരു സിനിമ ടീസർ കണ്ട പോലെ തന്നെ, അതുപോലെ തന്നെ കുറച്ച് അധികം സ്റ്റാറിനെ കാണാൻ പറ്റി ഒന്നിച്ച്, അത്രേ ഉണ്ടായുള്ളൂ. ലാലേട്ടൻ ആർമി ഉദ്യോഗസ്ഥൻ, മമ്മൂക്ക എന്താണെന്ന് അറിഞ്ഞൂടാ, വല്ല അണ്ടർ കവർ ഏജന്റ് ആണോ എന്ന് അറിയാൻ പാടില്ല. ഈ പറയുന്ന പോലെ ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്. എന്താവും എന്ന് അറിഞ്ഞൂടാ. അത്യാവശ്യം വലിയ ബഡ്ജറ്റിലാണ് ഇറക്കുന്നത്. ആദ്യം സുരേഷ് ഗോപി ആയിരുന്നു, രക്ഷേട്ടനായിരുന്നു ഇതിലോട്ട് ലാലേട്ടൻ്റെ കാസ്റ്റ്, ലാലേട്ടൻ്റെ റോളിലേക്ക് പരിഗണിച്ചിരുന്നത്. പിന്നെ മാറി ലാലേട്ടൻ വന്നു. പിന്നെ മമ്മൂക്കയ്ക്ക് സുഖമില്ലാണ്ട് ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ ലാലേട്ടന് കുറച്ചുകൂടെ അധികം റോൾ ഇതിൽ കൊടുത്തു എന്നൊക്കെ സംസാരമുണ്ട്, അറിയാൻ പാടില്ല. എന്തായാലും സിനിമ ചെയ്തത് വെച്ച് നോക്കുവാണെങ്കിൽ അത്ര വലിയ, ഇപ്പോൾ ടീച്ചർ കണ്ടെന്നൊക്കെ അത്ര വലിയ സംഭവമൊന്നും ഇല്ല. ആൻറ്റോ ജോസഫാണ് കേട്ടോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആൻറ്റോ ജോസഫിന് ഒരു നോർമൽ മൂവിയൊക്കെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു പൊട്ടൻഷ്യലേ ഉള്ളൂ. അല്ലാതെ ഈ വലിയ മാസ് മൂവിയൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ മാർക്കറ്റിംഗ് ചെയ്യണേ അതിനിപ്പോൾ ആശീർവാദ് സിനിമ, ആൻ്റണി പെരുമ്പാവൂർ,
മോശം സിനിമയാണെങ്കിൽ കൂടെ പുള്ളി തള്ളിയത് മാർക്കറ്റിംഗ് കേട്ടും. അപ്പം പുള്ളിയുടെ മാർക്കറ്റിംഗ് രീതിയൊക്കെ പുള്ളിയെ കണ്ടുപിടിക്കണം. പിന്നെ ആൻഡ്രോ ജോസഫിനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കണ്ണൂസ് കാർഡൊക്കെ കണ്ടതാണ്, അങ്ങനെ പല സിനിമകൾ കണ്ട ആൻഡ്രോ ജോസഫ് എടുത്തിട്ടുള്ള. പിന്നെ ഈ മാർക്കറ്റിംഗ് ലെവലിൽ വളരെ വീക്കായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പെട്രിയോട്ടിൻ്റെ ഈ അവസ്ഥ എന്താകും എന്നറിയാൻ പാടില്ല. എന്തായാലും ഇത് കണ്ടത് വെച്ച് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. തിയേറ്ററിൽ വരുമ്പോൾ ഈ പറയുന്ന പോലെ ഇത്ര സ്റ്റാർ ഉള്ള കാരണം ആൾക്കാർ എന്തായാലും കയറുമ്പം പക്ഷേ നല്ല കഥ, നല്ല മേക്കിംഗ് കൂടെ ആണെങ്കിൽ പടം വേറെ ലെവലിലായിരിക്കും, പീക്ക് ലെവലിലോട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അല്ലെങ്കിൽ അമ്മാതിരി ഇടിഞ്ഞ് താഴേക്കായിരിക്കും പോകുന്നത്. പക്ഷേ എന്തായാലും കുറച്ച് കാശൊക്കെ കിട്ടും, കാരണം ഇത്രയും ആൾക്കാരുടെ പിന്നെ സെലിബ്രിറ്റീസ് ഉള്ളപ്പോൾ അവരുടെ താരങ്ങൾ, ആരാധകർ കയറി കാണും ഓട്ടോമാറ്റിക്കലി കൊള്ളില്ലെങ്കിലും. പിന്നെ ലാലേട്ടൻ മമ്മൂക്ക ഒന്നിക്കുന്നുള്ള ഒരു കൗതുകമൊക്കെ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, അതിൻ്റെ പേരിലൊക്കെ കയറി കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നില്ല. ഒന്നാമത് ഈ പടം ഇപ്പം ഷാജി കൈലാസോ അതല്ലെങ്കിൽ ഈ പറയുന്ന ജോഷിയോ അമൽ നീരതോ അവരൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ടീസർ മതിയായിരുന്നു എക്സ്പെക്റ്റേഷന്. അല്ലെങ്കിൽ നമുക്ക് ടീസർ ഇറക്കിയില്ലേ കൂടെ നമ്മുടെ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. പക്ഷേ മഹേഷ് നാരായണൻ ആയതുകൊണ്ടാണ്, ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണ്, പുള്ളി മോശം ഡയറക്ടർ എന്നല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സംശയം. എന്തായാലും നമുക്ക് മഹേഷ് നാരായണൻ തന്നെ കേട്ടോ ഇതിൻ്റെ കഥ എഴുതുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും റിലീസാകുന്ന വരെ കാത്തിരിക്കാം. ബോംബ് പൊട്ടുമോ അതോ പിന്നെ വേറെ ലെവലിലോട്ട് പട്ടം മാറുമോ എന്നൊക്കെ അറിയാനായിട്ട്.